വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാക്സ്റ്റോപിയ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ 2-3 പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഈസ് ഗിവൺ. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അൺസർട്ടനിറ്റി എന്ന് പറയുന്ന വേർഡ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ എന്താണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് തരുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓർ ദ മൊമെൻറ്റം ഓർ പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് ഒരു ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം മേ ബി വെലോസിറ്റിയോ അല്ലെങ്കിൽ പൊസിഷനോ നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് എന്നാണ് ഹെയ്സൻബർഗ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലായി. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു h/4π എന്നാണ് ഹെയ്സൻബർഗ് നമ്മളെ പഠിപ്പിച്ചത്. എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്കിവിടെ മൊമെൻറ്റമാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ വെലോസിറ്റിയാണ്. സോ നമുക്ക് മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയായിട്ട് വെലോസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത്? മൊമെൻറ്റം എന്ന് പറയുന്നത് P = m/v ആണ്. അപ്പോൾ എന്നാൽ ഡെൽറ്റ പി, ഇവിടെ മീൻ ബി ദിസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് വേരിയേഷൻസ് ആണ്. സോ നമുക്ക് ഡെൽറ്റ പി എടുത്തു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ചേഞ്ച് ചെയ്യുന്നില്ല, പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത് വെലോസിറ്റിയാണ് അല്ലേ? അവർ ഒരു പാർട്ടിക്കിൾ വന്ന് ഇടിക്കുമ്പം അതിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവും. അങ്ങനെയാണ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ചേഞ്ച് ആവാൻ സാധ്യതയുള്ളത്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്യുമ്പം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറയുന്നത് m/Δv കൊടുക്കുന്നു = h/4π ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ് ഡെൽറ്റ എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു h/4π ഇൻറ്റു ഈ എമ്മും ഈ ഡെൽറ്റ വിയും ഡിനോമിനേറ്ററിലേക്ക് വരും. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കിട്ടും. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമുക്ക് കിട്ടേണ്ടത് മീറ്ററിലാണ്. ദെൻ മാസ് ഓഫ് ദ ഇലക്ട്രോൺ നമുക്കറിയാം. നമുക്ക് റൂദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് വഴി ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ മാക്സ്മില്ലൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് എന്താ കിട്ടിയത്? മാസ് ഓഫ് ദ ഇലക്ട്രോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കറിയാം 9.11 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഓൾ ദ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. നമ്മുടെ ഉത്തരത്തിലൊന്നും ജൂളില്ല. സോ നമുക്ക് എന്തിലേക്ക്, അപ്പോൾ നമുക്ക് ഉത്തരം നമുക്ക് മീറ്ററിലാണ് കിട്ടേണ്ടത്. സോ ജൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വർക്ക് ഡൺ ഓർ എനർജി എന്ന് പറയുന്നതാണ്, ഓർ ഹീറ്റ് എന്ന് പറയാം. അതിൻ്റെയൊക്കെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണ്? നമുക്ക് അതിൻ്റെ യൂണിറ്റ് ജൂളിനെ നമുക്ക് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ജൂളിൻ്റെ വേറൊരു യൂണിറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ആ യൂണിറ്റാണ് ആപ്ലിക്കബിൾ. ജൂൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സോ നിങ്ങളുടെ ഉത്തരം ജൂളിലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ജൂൾ സെക്കൻഡ് ആണ് എന്ത്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ യൂണിറ്റ്. സോ ജൂളിന് പകരം ഞാൻ കിലോഗ്രാം കട്ട് ചെയ്ത് പോകാൻ എളുപ്പത്തിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിനോമിനേറ്ററിൽ പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ട് അത് ഞാൻ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നു. ഓക്കെ, ഓൾറെഡി പിന്നെ നമ്മുടെ ജൂൾ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൊരു സെക്കൻഡ് കൂടി ഇവിടെ ഉണ്ട്, അതും കൂടി ഞാനിവിടെ കൊടുക്കുകയാണ്. ഇത്രയും ഭാഗമാണ് ജൂള്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് ബാക്കി വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3.14 ആണ്. ദെൻ മാസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്കറിയാം 9.11 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 1.159 ഇൻറ്റു 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഈ സെക്കൻഡ് സ്ക്വയർ അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഈ കിലോഗ്രാമും ക്യാൻസലായി. ഇവിടെ 1 മീറ്റർ ഉണ്ട്, ഈ മീറ്ററും ക്യാൻസലായി. മേലെ 1 മീറ്റർ ബാക്കി വന്നിട്ടുണ്ട്. ഇവിടെ 1 സെക്കൻഡും ഇവിടെ 1 സെക്കൻഡും ക്യാൻസലായി. വീണ്ടും ഈ സെക്കൻഡും ക്യാൻസലായി. നമുക്കിപ്പം മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് ഉത്തരം എത്തിയിട്ടുണ്ട്. ഇനി 10ൻ്റെ പവർ നോക്കാം. ഇവിടെ 10⁻34 മേലെയുണ്ട്, താഴെ നമുക്ക് 10⁻31 മേലെ വരുമ്പോൾ 10⁻+31 ആയി.
അതുപോലെ തന്നെ താഴെയുള്ള 10⁻7 മേലേക്ക് വരുമ്പം 10⁻⁻7 ആയി. ഇനി നമുക്ക് 6.626 ഇൻറ്റു ഡിവൈഡഡ് ബൈ ഈ 4 ഇൻറ്റു 3.14 ഇൻറ്റു 9.11 ഇൻറ്റു 1.159 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 132.46 അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇനി 6.26നെ 132.46 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം ഉത്തരം കിട്ടുന്നത് 0.050 എന്ന് കിട്ടും. ഇത്രയും ഭാഗം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് 10ൻ്റെ പവർ നോക്കാം. -34 ഇതെല്ലാം ബേസ് സെയിം ആണ്. പ്യുവർ എക്സ്പൊണൻഷ്യൽ റൂൾ അപ്ലൈ ചെയ്യുക. ബേസ് സെയിം ആകുമ്പം എക്സ്പൊണൻ്റ് ആഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ -34 പ്ലസ് -7 എത്ര വന്നു? രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പം -41. എഗെയിൻ ഇവിടെ +31 ഉണ്ട്. അതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? -41 +31 കൂടി ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁻10 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എപ്പോഴും പോയിൻ്റ് മാറ്റിയിട്ട് ഉത്തരം എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? എനിക്കിനി 2 ഡെസിമൽ അപ്പുറത്തേക്ക് മാറണം. ഇതിനെ 5 ആക്കണമെന്നുണ്ടെങ്കിൽ 0.05 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയിൻ്റ് മാറാൻ 100 വെച്ച് മൾട്ടിപ്ലൈ 100 അല്ല 10s മൾട്ടിപ്ലൈ ചെയ്യണമെന്നും ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോരേണ്ടതെങ്കിൽ ഡിവൈഡ് ചെയ്യണം നമുക്കറിയാം. സോ എനിക്ക് 2 പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഞാൻ 0.05നെ ഞാൻ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അറ്റ് എ ടൈം 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം വെറുതെ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ന്യൂട്രലൈസ് ആയി പോകാനായിട്ട് നമ്മൾ വേണ്ടത് ചെയ്യണം. സോ ഇവിടെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. വിലയ്ക്ക് വ്യത്യാസം വരാണ്ടിരിക്കും. അപ്പോൾ ഈ 100 പോകുമ്പോൾ ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇൻറ്റു 10⁻⁻10 ഇൻറ്റു മീറ്റർ. ശരി, നമുക്ക് 0.05നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടി. ഇൻറ്റു 10⁻⁻10 അവിടെ ഉണ്ട്. ഈ 100 മേലേക്ക് പോകുമ്പോൾ 10⁻⁻2 വീണ്ടും ആയി മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻12 മീറ്ററാണ് എന്ത് നമ്മുടെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കാണ്ട് ഈ ചാപ്റ്റർ ഒരു പരീക്ഷ ഉണ്ടാവും തോന്നുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഈ പ്രോബ്ലം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓൾ ദ കോൺസ്റ്റൻസിൻ്റെ എല്ലാം വാല്യൂ നിങ്ങൾ കാണാണ്ട് പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ സ്കോർ ഫുൾ മാർക്സ് ഫോർ ദിസ് പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ കുട്ടികളെ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നമുക്ക് എ മൂവിങ് ഇലക്ട്രോൺ ഹാസ് ഡി ബ്രോളി വേവ് ലെങ്ത്. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ലെങ്ത് ഡി ബ്രോളി വേവ് ലെങ്ത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഡി ബ്രോളിയാണ് ഇലക്ട്രോണിൻ്റെ ഡ്യുവൽ നേച്ചർ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നത്. ഒരു ഇലക്ട്രോണിന് വേവ് നേച്ചറും ഉണ്ട് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് പറഞ്ഞത്. when they travels they are having wave nature and when they are collided with some other particles they are having particle nature എന്നുള്ളതും പ്രൂവ് ചെയ്തത് ഡി ബ്രോളിയാണ്. അതുകൊണ്ട് തന്നെ ഈ വേവ് ലെങ്ത്തിന് നമ്മൾ പറയുന്ന പേര് നമ്മളല്ല ഇട്ട പേര് ഡി ബ്രോളി വേവ് ലെങ്ത് എന്നാണ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു ½ ആണ്. അതായത് മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയറിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടും. ഓഫ് കോഴ്സ് എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. ജൂളിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ജൂളിലേക്ക് വരുന്നത് നോക്കാം. വെറുതെ കൈനറ്റിക് എനർജി ആയതുകൊണ്ട് നമുക്ക് ജൂളെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്കത് എങ്ങനെ ജൂളിലേക്ക് വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ശരി, നമുക്ക് അപ്പം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് വെലോസിറ്റി കിട്ടണം. ഇവിടെ വെലോസിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡി ബ്രോളിയുടെ വേവ് ലെങ്ത് നമ്മൾ പഠിക്കുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. ഇവിടെ മൊമെൻറ്റം ഒന്നും തന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് മൊമെൻറ്റത്തെ കണക്ട് ചെയ്യാൻ അറിയാം. h/mv ആണ്. വേർ m ഈസ് ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ. അത് നിങ്ങൾക്കറിയാം എത്രയാണ്. m ഈസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണെന്ന് നമ്മൾ മില്ലിക്കൻസിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴി പഠിച്ചിട്ടുണ്ട്. ശരി, നമുക്കിനിയപ്പം ലാംഡ നമുക്ക് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ വെലോസിറ്റി ഇങ്ങോട്ട് പോകുമ്പം h/m ഇൻറ്റു ലാംഡ എന്നിവിടെ വന്നു. ഇത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടേണ്ടത് ഇൻ മീറ്റർ പെർ സെക്കൻഡിലാണ്. വെറുതെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാണ്ട് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിന്ന് യൂണിറ്റ് അടക്കം മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് കിട്ടേണ്ടത്. സോ h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദാറ്റ്? 6.626 ഇൻറ്റു 10⁻⁻34
ജൂൾ സെക്കൻഡ് ആണെന്നും നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡിനെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ഇൻറ്റു ലാംഡ, ദറ്റ് മീൻസ് വേവ് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 7 ഇൻറ്റു 10⁻⁻7 മീറ്ററാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് വരും നോക്കാം. ഈ കിലോഗ്രാമും ക്യാൻസലായി, ഈ മീറ്ററും ക്യാൻസലായി. ജൂൾ സെക്കൻഡിൻ്റെ ഒരു സെക്കൻഡ് ഇവിടെ കിടപ്പുണ്ട്, ആ സെക്കൻഡും ഈ സെക്കൻഡും ക്യാൻസലായി. നൗ അവർ ഇക്വേഷൻ യൂണിറ്റ് ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് യൂണിറ്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 10ൻ്റെ പവർ നോക്കാം. 10ൻ്റെ പവർ -34 മേലെയുണ്ട്, താഴെ നിന്നുള്ള -31 മേലെ പോകുമ്പം +31 ആയി, ഈ -7 മേലെ പോകുമ്പം +8 ആയി, +7 ആയി. അപ്പം നമുക്കിനി നോക്കിക്കേ, ബേസുകൾ സെയിം ആകുമ്പം ഇപ്പം എക്സ്പോണൻഷ്യൽ റൂളായിട്ടുള്ള നമുക്ക് അതിൻ്റെ എക്സ്പോണൻസുകൾ ആഡ് ചെയ്യാമെന്നുള്ള റൂൾ നമുക്കറിയാം. സോ 31 7 38 ആണ്. 38 നിന്ന് -34 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? ഇതിൻ്റെ ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ പെർ സെക്കൻഡ് ഇൻ പവർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ബാക്കി 6.626 ഡിവൈഡ് ബൈ 9.1 ഇൻറ്റു 7 നോക്കുക. V = 6.626 ഡിവൈഡ് ബൈ 63.71 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1040 ഇൻറ്റു 10⁴ മീറ്റർ പെർ സെക്കൻഡ് വരും. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റിയിടാനായിട്ട് ഇതിൽ നിന്നൊരു 10 എടുക്കാം. അപ്പോൾ 1.040 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് 1.04 ഇൻറ്റു 10³ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മളുടെ വെലോസിറ്റി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി ആണല്ലേ. അപ്പോൾ ഇതിപ്പം 1.0 ഇത് കിട്ടിയെന്നൊക്കെ മനസ്സിലായി. നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ വെലോസിറ്റി ഇവിടെ ഒന്ന് എഴുതുകയാണ്. = 1.04 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. നമുക്കപ്പം ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 12 mv² ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് കിട്ടണം. ഓക്കെ, സോ KE = 12 ഇൻറ്റു മാസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്കറിയാം 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. V² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നിട്ടുണ്ടല്ലോ, V² 1.04 സ്ക്വയർ അല്ലേ, ഇൻറ്റു V² 1.04 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു നമുക്കറിയാം 1.04 ഇൻറ്റു 10⁻³ സ്ക്വയർ എടുക്കുമ്പം ഓരോ ടേമിൻ്റെയും സ്ക്വയർ എടുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10⁻³ സ്ക്വയർ എടുക്കുമ്പം 10⁻³ ദ ഹോൾ സ്ക്വയർ, എഗെയിൻ എക്സ്പോണൻഷ്യൽ റൂൾ വന്നു. A⁻m ദ ഹോൾ n എന്ന് പറഞ്ഞ എക്സ്പോണൻഷ്യലുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 10�6 വന്നു. മീറ്റർ സ്ക്വയർ, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വെലോസിറ്റി സ്ക്വയറിൻ്റെ മീറ്റർ സ്ക്വയർ പ്ലസ് മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. സോ 9.1 ഇൻറ്റു 104 അതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പവറുകൾ ആദ്യം നോക്കാം. 10⁻6ഉം 10⁻⁻31 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻⁻25 ആണ്. ദെൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത്രയും നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.1 ഇൻറ്റു 104 സ്ക്വയർ എടുക്കുക. അതിനെ നിങ്ങൾ 2 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4.92 ആണ്. ഓക്കെ, ഇനി ഇത്രയും ഇത് നമുക്കറിയാം. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ജൂളിനോട് ഇക്വലൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ 4.92 ഇൻറ്റു 10⁻⁻25 ജൂളാണ് കൈനറ്റിക് എനർജി എന്ന് നിങ്ങൾക്ക് കിട്ടി. വെറുതെ എനർജിയുടെ ഇക്വേഷൻ ജൂളെന്ന് എഴുതി വെക്കാണ്ട് ഇതുപോലെ യൂണിറ്റിൽ നിന്ന് എങ്ങനെയാണ് ജൂള് കിട്ടുന്നതിൽ നിന്നും കൃത്യമായിട്ട് എക്സാമിന് കാണിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ട്രാൻസിഷൻ ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ് അല്ല, അത് ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലാണ് നമ്മൾ പലവിധ
ലൈൻസുകളൊക്കെ നമ്മൾ കണ്ടത്. ഫസ്റ്റ് ലൈൻ നമുക്ക് ലാമാൻ സീരീസ്, സെക്കൻഡ് ലൈൻ നമുക്ക് ബേമർ, തേർഡ് ലൈൻ നമുക്ക് പാഷൻ സീരീസ്, ഫോർത്ത് ലൈൻ ബ്രാക്കറ്റ് സീരീസ്, ദെൻ ഫണ്ട് സീരീസ്. അങ്ങനെ നമ്മൾ കുറച്ച് ലൈൻ സീരീസുകളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അപ്പോൾ ഒരു വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ദാറ്റ് ഈസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് R ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. വെയർ n1 ഈസ് ഓൾവേസ് ലെസ് ദാൻ n2. അതായത് നമുക്ക് എപ്പോഴും n2 എന്ന് പറയുന്നത് ഹയർ ഓർഡർ എനർജി ലെവലാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുന്ന ആദ്യം ഒരു ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പം അത് സ്വാഭാവികമായിട്ടും എനർജി കിട്ടുമ്പോൾ അതിന് വേവ് ലെങ്ത് കൂടും. അപ്പോൾ അത് അടുത്ത സീരീസിലേക്ക് അത് ചാടിപ്പോവും. പക്ഷെ എന്നാലും അതിൻ്റെ എനർജി അത് റിലീസ് ചെയ്ത് എപ്പോഴും അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ n1 ലെസ് ദാൻ n2, അതായത് n1 എന്ന് പറഞ്ഞാൽ എനർജി കുറഞ്ഞ ലൈനാണ്, n2 എന്ന് പറഞ്ഞാൽ എനർജി കൂടിയ ലൈനാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് എവിടെ നിന്നാണ് ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ജമ്പ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യം അത് ഫോർത്തിലേക്ക് പോയി, ഇനി ഫോർത്തിൽ നിന്ന് അത് സെക്കൻഡിലേക്ക് ജമ്പ് ചെയ്ത് ഒറിജിനൽ പൊസിഷനിലേക്ക് അത് വരികയാണ്. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അത് വരുമ്പോൾ എന്താണ് അവിടുത്തെ വേവ് നമ്പർ ഓഫ് റേഡിയേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട്, അതായത് ഹെവി ആറ്റത്തിന് ഇത് പോസിബിൾ അല്ല. ഹൈഡ്രജൻ ആറ്റം പോലുള്ള ആറ്റത്തിനാണ് എപ്പോഴും ഹൈഡ്രജൻ സ്പെക്ട്രയൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ R എന്ന് പറഞ്ഞാൽ റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 109,677 ഡിവൈഡ് പെർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്റർ ഡിനോമിനേറ്ററിൽ ഇട്ടു. സോ നമുക്കറിയാം എപ്പോഴും n1 n2 കുറഞ്ഞിരിക്കണം, കാരണം എനർജി ലെവൽ n1-നാണ് കുറവ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ 2 നമുക്കിവിടെ കൊടുക്കാം. ദെൻ 1 നമുക്ക് ഫോർത്തിൽ നിന്ന് സെക്കൻഡിലേക്കാണ് ജമ്പിങ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, തിരിഞ്ഞൊന്നും പോകരുത്. n1 n2 ഈ കണ്ടീഷൻ എപ്പോഴും ഓർക്കുക. n1 ലെസ് ദാൻ n2 ആണ് എന്ന് മറക്കരുത്. ഓക്കെ, നമുക്കപ്പം ഇവിടെ ചെയ്യുമ്പോൾ 109,677 പെർ സെൻറ്റിമീറ്റർ അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് എന്ത് വരും? 1/4 മൈനസ് 1/16 ആണ്. ഇവിടുത്തെ LCM നമുക്കറിയാം 16 ആണെന്നറിയാം. അങ്ങനെ നമുക്കിത് ചെയ്തു വരുമ്പം 109,677. ഈ വേവ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 1/λ ആണെന്നറിയാം അല്ലേ. അതായത് വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്തു വരുമ്പം ഇവിടെ നമുക്ക് 2 മൈനസ് 1/16 വരും. അതായത് അത് നമുക്ക് 1/16 വരും. ഇനി നമുക്ക് 1/λയാണിത്. അപ്പോൾ ഞാനിത് ലാംഡ കാണുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം അടി കിടക്കുന്നതൊക്കെ നമുക്ക് മേലേക്ക് പോകും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് വാല്യൂ നമുക്ക് നോക്കാം. സോ ലാംഡ ഈസ് ഈക്വൽ ടു, ഇതെല്ലാം മേലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ സെൻറ്റിമീറ്റർ മേലേക്ക് വന്നു, റെഡ്ബർഗ് കോൺസ്റ്റൻറ്റ് അടിയിലേക്ക് വന്നു, ഈ 16 നമുക്ക് മേലേക്ക് പോയി. 16/109,677 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ചെയ്യുമ്പം 4.86 × 10⁻⁻5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ നമുക്ക് മീറ്റർ ആക്കാം. സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? വേവ് ലെങ്ത് എപ്പോഴും ഒന്നുകിൽ നാനോമീറ്ററിലൊക്കെ കാണിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും സൂട്ടബിൾ ആയിട്ടുള്ള വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് നാനോമീറ്ററോ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട് 100 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നറിയാം. അപ്പോൾ നമുക്ക് 4.86 ഞാൻ ഇൻറ്റു 10⁻⁻7 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇവിടെ 100 വരുമ്പോൾ ആ 100 മേലേക്ക് പോകുമ്പോഴാണ് 10⁻⁻7 മീറ്റർ ആവുന്നത്. വീണ്ടും ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നാനോമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ 100 വീണ്ടും മേലേക്ക് പോകുമ്പോൾ 10⁻⁻9 നാനോമീറ്ററാണ് നമ്മുടെ ഈ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇക്വേഷൻ എടുക്കുമ്പോൾ എപ്പോഴും n1 ലെസ് ദാൻ n2 ആക്കി എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം.